എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2024 ഇറങ്ങിയ മാർക്കോ എന്ന ഒരു നിയോ ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹനീഫ് അദനിയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെറീഫ് മുഹമ്മദാണ്. പ്രധാന വേഷത്തിലെത്തുന്നത് ഉണ്ണിമുകുന്ദനാണ്. എഴുതിയിരിക്കുന്നത് എനിക്കൊന്ന് ഹനീഫ് അദനി തന്നെയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. മിഖായൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സ്റ്റാൻഡ് അലോൺ സ്പിൻ ഓഫ് ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ മിഖായലിനകത്തുള്ളൊരു പ്രധാന കഥാപാത്രത്തിനെ വെച്ചിട്ടാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ വന്നേക്കുന്നത്. സ്റ്റോറി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് സ്പിരിച്വൽ സ്പിൻ ഓഫ് എന്ന് പറയാൻ പറ്റും, എക്സാക്ട് സ്പിൻ ഓഫ് അല്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയേണ്ടത് ഇത് ഫേമസ് ആയ കാരണമാണ്. ഇത് ഫേമസ് ആയത് ഇതിൻ്റെ വയലൻസാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻ്റ് സിനിമ എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത്. പിന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്നും ഞാൻ കേട്ടിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ. കാരണം എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ എസ്തെറ്റിക്സ് വിഷ്വലി കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കിട്ടില്ല മ്യൂസിക് ഞാൻ പലതും കേട്ടിരുന്നു. ആണായി പിറന്നോനെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ജഗദീഷ് ഒരു ഭയങ്കര വില്ലൻ റോളിലുണ്ട് എന്നും കേട്ടതുകൊണ്ടാണ് എനിക്ക് സിനിമയൊന്ന് ശരിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹത്തോടെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ കണ്ടത്. ഇതിനു മുമ്പ് ഇറങ്ങിയ മിഖായൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല സിനിമ. ഇത് പിന്നെ എന്തോ അവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ കണ്ടതാണ്. ഹനീഫ് അദനിയുടെ ഡയറക്റ്റിംഗ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല പോലെ മിഖായലിനേക്കാളും ഒത്തിരി ഭേദം ഡയറക്റ്റിംഗ് ആണ് ഇതിൽ. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് വളരെ നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസും കൊള്ളാം. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്നൊരു ഗാംഭീര്യമല്ല. ഇതിലും ഗാംഭീര്യത്തോടെ സംസാരിക്കാൻ പല സീനുകളിലും എനിക്ക് തോന്നി. ചിലപ്പോൾ അതെൻ്റെ ഒരു പേർക്കായിരിക്കും, എൻ്റെ ഒരു നെറ്റ്പിക്കായിരിക്കും, എനിക്കറിയില്ല. ഈ സിനിമയുടെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് വില്ലൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു പിണ്ണാക്ക് കഥ ഇതിനകത്തില്ല. കഥ വെച്ചാൽ ഇത്രയും വയലൻസും ഇത്രയും സ്റ്റൈലും ഒക്കെ കാണിക്കുമ്പോൾ ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ? എനിക്കറിയാൻ മേലഞ്ഞിട്ട് ഒരു ഗുണവുമില്ലാത്തൊരു സ്ക്രിപ്റ്റ്. ഹീറോയിസം കാണിക്കാനാണെങ്കിൽ ഇപ്പോൾ കമ്മീഷണർ സിനിമയുടെ ഒക്കെ സ്ക്രിപ്റ്റ് കാണാം. അത് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയുള്ളൊരു സിനിമ. പക്ഷെ എന്ത് ഭംഗിയായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. നല്ലൊരു എഴുത്തുകാരനില്ലാത്തതിൻ്റെ എല്ലാ പോരായ്മയും ഈ സിനിമയ്ക്കുണ്ട്. സിനിമ ഓവറോൾ ആക്ഷൻ 1-2 സീൻ കൊള്ളാം. ഒരു സ്റ്റെയർ കേസ് സീനുണ്ട്, ഒരു കാട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്നൊരു ഫൈറ്റുണ്ട്. ഈ 2 ഫൈറ്റ് കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ഉൾപ്പെടെ ബാക്കി എല്ലാ ഫൈറ്റും വളരെ ബോറാണ്. വയലൻസ് കാണിക്കാൻ വേണ്ടി വയലൻസ് കാണിച്ചതാണ്. അല്ലാതെ ഇതിന് വയലൻസ് ആയിട്ട് സത്യം പറഞ്ഞാൽ വയലൻസ് ഇത് അടിപൊളിയാണ് മറ്റേതാണെന്ന് പറയാൻ മാത്രമല്ല. ഇതിനേക്കാളും നല്ല രീതിയിൽ കുറവ് വയലൻസിൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഫോർ എക്സാമ്പിൾ നിഞ്ച അസാസിൻ. അതൊക്കെ വയലൻസ് എന്ന് പറഞ്ഞാൽ അത് നല്ല വയലൻസാണ് അതിനകത്ത്. പക്ഷേ അത് സ്റ്റോറിയെ എയ്ഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാരണമില്ല, ചുമ്മാ നമുക്ക് സീൻ കാണുമ്പോഴേ അറിയാം ഇത് നമ്മളെ വയലൻസ് കാണിച്ച് വെറുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നല്ലപോലെ ഫീൽ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ഷൻ ഒട്ടും കൊള്ളത്തില്ലെന്ന്. അത്രേ ഉള്ളൂ. ഓവറോൾ സിനിമ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ് ഫോർ എനിവൺ ബിലോ 18 years old. വളരെ വയലൻ്റാണ്. പിന്നെ അതിന് വയലൻസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം എന്നേ ഉള്ളൂ. ഉണ്ണിമുകുന്ദൻ്റെ ഒരു സ്വാഗൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാം. നല്ല സിനിമയാണ്. ജഗദീഷ് നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓവറോൾ പോരാ, അത്രേ ഉള്ളൂ. നൗ കമ്മിങ് ടു ദ സ്പോയിലേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ വയലൻസിനെ പറ്റി തന്നെ എനിക്ക് സംസാരിക്കണം. ഇതിനകത്ത് ആ ഫാമിലി വീട്ടിൽ കയറിയുള്ള ഒരു സീന്, എല്ലാവരും തല്ലിക്കൊല്ലുകയും വെട്ടിക്കൊല്ലുകയും തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആ സീന്, ആ സീനിൽ ഓരോ കുട്ടിയെ കൊല്ലുന്നത് പോലും ഇതാണ്ട് നിങ്ങൾ നോക്കൂ കുട്ടികളെ ഞങ്ങൾ കൊല്ലുന്നത് കണ്ടോളൂ എന്ന രീതി കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഗർഭിണിയുടെ വയറ് കീറുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. അത് വേറെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ടൈപ്പിലത്തെ സീനാണ്. പക്ഷേ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് സ്റ്റോറി എയ്ഡ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിനകത്ത് എന്തോ ഒരു ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ആ ഒരു വയലൻസ് കാണിക്കുന്നു. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പിന്നെ ഫൈറ്റ് സീക്വൻസസ് ഒട്ടും കൺവിൻസിങ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഫൈറ്റ് സീക്വൻസസ് അല്ലാതെ ആ സ്റ്റെയർ കേസിലെ ഫൈറ്റ് സീക്വൻസ് നല്ലതായിരുന്നു. അതുപോലെ വായിൽ കത്തി പിടിച്ചുകൊണ്ട് കൈ കെട്ടിക്കൊണ്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസും നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ഒട്ടും ബിലീവബിൾ അല്ലായിരുന്നു, പക്ഷേ സ്റ്റൈലിഷ് ആയിരുന്നു.
സ്റ്റെയർ കേസിൽ ഇത് ശരിക്കും അത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനത്തെ ഒരു സീരീസ് ഫൈറ്റ് സീൻ ഞാൻ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ല. വളരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓവറോൾ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വൺ ടൈം വാച്ചായിട്ട് കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിൽ കൂടുതൽ ഈ സിനിമയെപ്പറ്റി അധികം ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് അത്ര എൻ്റെ ടൈപ്പ് സിനിമയല്ല. ഈവൻ ദോ എനിക്ക് ആക്ഷനും വയലൻസും ഒക്കെ ഉള്ള സിനിമ ഇഷ്ടമാണെങ്കിലും ഇതെൻ്റെ ടൈപ്പ് ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പാണ്ടിപ്പടമായിട്ട് തന്നെ തോന്നി. കുറേയൊക്കെ സ്റ്റൈലൈസ്ഡ് മലയാളിഫൈഡ് ഒരു പാണ്ടിപ്പടം. എനിവേ റിവ്യൂ കേട്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.